ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കറണ്ട് ബില്ല് അടക്കാൻ പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുന്നു. പിന്നെ അതൊന്ന് സെറ്റാക്കി വെച്ച് പിന്നെ കുറേ ചോറ് ആക്കി വെച്ചിട്ടാണ് പോയിരുന്നത്. അതിലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഹിബമോൾ വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ ഡെയിലി സാധനങ്ങൾ മേടിക്കാറില്ല, മാസത്തിലാണ്, ഒരു മാസത്തിന് ഉള്ള സാധനങ്ങളെ മേടിക്കാറുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാലാണ്, പച്ചക്കറി വല്ലതൊക്കെ കഴിഞ്ഞാൽ പുറത്തേക്ക് നിന്ന് മേടിക്കുള്ളൂ. ബാക്കിയൊക്കെ മാസത്തിലൊരു തവണയേ മേടിക്കാറുള്ളൂ. ഒപ്പം തന്നെ ലുബമോൾക്കും പ്ലം കേക്ക് വേണമെന്ന് കുറേ പറയണു. അപ്പോൾ ഒറ്റ പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വാങ്ങണ കടയിൽ. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ കുറച്ച് നേന്ത്രപ്പഴം, അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ബ്രെഡ്, പിന്നെ ഉണക്ക കൊത്തിക്കൂട്ടുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് അതാണ് കേട്ടോ. പിന്നെ ലുബമോൾക്കും നേന്ത്രപ്പഴം ഇഷ്ടമാണ്. ഒക്കെ ഒരു മാസത്തിൽ നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെ ഓരോ ഇതിലങ്ങനെ മേടിച്ചിട്ട് ലാസ്റ്റ് മാസം അവസാനം പിറ്റത്തെ മാസം ബില്ലാക്കാറാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ വീട്ടിൽ പോയിക്കായിരുന്നു. വീട്ടിൽ പോയിട്ട് 9 ദിവസം നിന്നിട്ടാണ് വന്നത്. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം നിന്ന്. 2-3 മാസമായിരുന്നു പോയിട്ട്. തിരിച്ച് വന്നപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കറണ്ട് ബില്ല് അടക്കാൻ പോയ കൂട്ടത്തിൽ തന്നെ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടോ. ഞാൻ ആദ്യം തന്നെ കോഴിമുട്ട എടുത്ത് മാറ്റി വെക്കുകയാണ്, പൊട്ടാതെ. അതൊന്ന് സേഫാക്കി വെക്കണം. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് പച്ച സ്മെല്ല് വരും, വലത്തേന് ഒക്കത്തിലാവും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഞാനതൊരു പാത്രത്തിലേക്കാക്കിയിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിലേക്കാക്കിയിട്ട് ഞാനത് മാറ്റി വെക്കുകയാണ്. ആകെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ കൊടുന്നിട്ട്. കാരണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുത്തത് വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇതൊക്കെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിരിക്കും. എന്നാലും തൽക്കാലം ഒപ്പിച്ച് വെക്കുകയാണ്. ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ ട്രേയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഞാൻ ഫ്രിഡ്ജിൻ്റെ കൊട്ടയിൽ തന്നെ വെക്കാറ് കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ പച്ചമുളക് വെച്ചു, സൈഡിൽ തക്കാളി വെച്ചു. അങ്ങനെ അവസാനം അതൊക്കെ റെഡിയാക്കി. ഇതൊക്കെ ഒരു ബക്കറ്റ് ഉണ്ട്, എനിക്ക് സാധനങ്ങൾ ഇട്ട് വെക്കണം ബക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആക്കി വെക്കണം. അതിന് ശേഷം ഇനി അടുത്ത പരിപാടികളുണ്ട്. ഒന്നും കുക്കിങ്ങിൻ്റെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിട്ട് പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ബക്കറ്റിൽ ഇങ്ങനെ ഇറക്കി വെക്കും ഞാൻ. പെട്ടെന്ന് അതിൻ്റെ അടിയിൽ കുറച്ച് പൊടികളൊക്കെ ഡപ്പകളിലൊക്കെ ആക്കിയിട്ട് ബാക്കി നമ്മൾ അങ്ങനെ തന്നെ അതിൻ്റെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോഴിമുട്ട ട്രേയിലാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചു. ഇതേപോലെ ബേക്കറിയാണ് കേട്ടോ. കുട്ടികൾക്ക് നമ്മളെപ്പോഴും ബേക്കറി ഒന്നും മേടിക്കാറില്ല. ഇവർക്ക് സ്നാക്സ് വേണം, കാലത്ത് വേണം, പിന്നെ വൈകിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് ചോദിച്ചാൽ അപ്പോഴും വേണം. അപ്പോൾ ഡെയിലി നമുക്ക് കടയിൽ പറഞ്ഞയച്ച് മേടിക്കാറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ മേടിക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് മേടിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാറാണ്. ലുബമോളുടെ ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് മേടിക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് അധികമായിട്ട് മേടിച്ച് വെക്കുന്നത്. പിന്നെ ഈ ഒരു ബണ്ണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരിപ്പോൾ ശീലാക്കിയ ഒരു ബണ്ണാണിത്. അവരിപ്പോൾ എപ്പോഴും കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അവർ പോയപ്പോൾ ഇപ്പോൾ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ 2-3-4 പാക്കറ്റായിട്ട് മേടിച്ചിട്ട് അവരുടെ പൂതിയാണ്ട് മതിയാക്കും. പിന്നെ 1 കിലോ ആപ്പിൾ മേടിച്ചിട്ടുണ്ട്. ഹിബമോൾക്കൊക്കെ നല്ല ഫ്രൂട്ട്സ് ഇതൊക്കെ കൊടുക്കാൻ പറഞ്ഞിരിക്കണം. ഹിബമോൾക്ക് ഒരുപാട് വയ്യാണ്ടായിട്ട് അവരുടെ ആരോഗ്യം കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും പാലൊക്കെ എപ്പോഴും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ക്ഷീണിച്ച് ഒരു ബണ്ണ് എടുത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ബണ്ണാണ്. അതിനടുത്ത് കഴിച്ചു വന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
നല്ല പിന്നെ പുതിയ ബണ്ണ് വന്നതായിരുന്നു. ബണ്ണിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ക്ഷീണവും മാറ്റി ഞാൻ പോയി വന്നപ്പോൾ തന്നെ ഒരു 12:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒതുക്കി വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അതെടുത്ത് കഴിച്ചു. ഇപ്പം മോളുടെ കയ്യിൽ നിന്ന് വെള്ളം വീണതാണ് കേട്ടോ, സൗണ്ട് കേട്ട്. എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഇതാ മീൻ ഫ്രിഡ്ജിൽ രാവിലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വൈകി, എന്നാലും വേണ്ടില്ല, കറി വെക്കണ്ടേ. അപ്പോൾ ഇനി ആ മത്തി എടുത്തിട്ട് നമുക്ക് അതിനൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ ഐസ് നല്ല ഐസായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. കവറൊക്കെ മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം കറിയിലേക്കുള്ള പരിപാടികൾ നോക്കാം. എന്നിട്ട് കറി അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഇനി ഞാൻ മീൻ നേരാക്കാൻ നോക്കുന്നുള്ളൂ. മീനിൻ്റെ മണം കേട്ടിട്ട് തൊട്ടപ്പുറത്ത് 2 പൂച്ചക്കുട്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. അതിനെ കാണിച്ചിട്ടുണ്ട്, മെല്ലെ കാണിച്ചിട്ടുണ്ട്. മിക്കവാറും ഒരു കടി കൂടുന്ന വട്ടാണ്. അങ്ങനെ ഞാനിതാ അതിൻ്റെ ട്രേ ഫ്രിഡ്ജിലത്തെ ട്രേ അതിൽ തന്നെ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കണ്ടു ഒരു മൈലാഞ്ചി. ഇത് കുറേ മുമ്പ് വാങ്ങി വെച്ചതാണ്, പക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട മൈലാഞ്ചി എത്താം. അത് കണ്ട് തന്നെ കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ട്. വിപ്പിംഗ് ക്രീം ഈ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ വാങ്ങിയതായിരുന്നു. അങ്ങനെ ടേബിൾമത്തെ എല്ലാം സെറ്റാക്കി ഒക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുളി നല്ല കഴുകിയിട്ടാണ്. പുളി എടുക്കുമ്പോൾ എപ്പോഴും കഴുകിയിട്ട് എടുക്കണം. പുളി നന്നായിട്ട് കഴുകി അതൊന്ന് കുതിർത്താൻ നിൽക്കുകയാണ്. നല്ല കുതിർന്ന് കിട്ടുമ്പോൾ വേഗം പിഴിഞ്ഞെടുക്കാമല്ലോ വിചാരിച്ചിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഇനി കുറച്ച് നേരം ഇന്ന് ഫുള്ള് തിരക്കാണ്. കാരണം പുറത്ത് പോയ ദിവസം തന്നെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ അത് പുളി കുതിർത്താൻ വെച്ചതിന് ശേഷം ഞാനിതാ അതിലേക്ക് വേണ്ട ഒരു സവാള, 2 തക്കാളി, 3-4 പച്ചമുളകും, ലേശം വെളുത്തുള്ളി, വെണ്ടക്കട്ട മത്തിക്കറി വെക്കാനാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കാരണം ഹിബമോള് മീൻ കൂട്ടിയില്ല. വെണ്ടക്കട്ട മത്തിക്കറി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. മീൻ കറിയിൽ വെണ്ടക്കട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞു. ഒപ്പം ഒരു പാനും വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിക്കുക. നമ്മൾ പാനുകളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ രൂപമൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും നമ്മൾ പഴയതിൽ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കതൊരു ശീലമാണ്. അതിൻ്റെ ഒരു സുഖം വേറെയാണ്. ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം തന്നെ നമ്മൾ ഉലുവ എടുത്തു കേട്ടോ. ചട്ടി ഏതാണ്ട് അതിന് ശേഷം നമ്മളിതാ ഉലുവ എടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 1 സ്പൂണ് ഉലുവ ഇടണം. ലേശം കൂടി ഇടാം തോന്നി. നല്ല ടേസ്റ്റാണ് ഉലുവ മത്തിക്കറിയിൽ, മുളകിടുന്നതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് 4 വെളുത്തുള്ളിയുടെ ഇത് നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഒന്ന് സെറ്റായി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നല്ല 3-4 പച്ചമുളകും കീറി ഒപ്പം തന്നെ ഇട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് തളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒന്നും കൂടി ആവാണ്ട്. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസം. ഒന്നാമത് ഇന്ന് നേരം വൈകിയല്ല, പുറത്ത് പോയതോടെ ഇന്ന് നേരം വൈകി. അപ്പം ഞാനിതാ പുളിവെള്ളം കുതിർത്തപ്പോൾ ഒന്ന് വാടി വരുമ്പോഴത്തേന് ഞാൻ പോയിട്ട് പുളി പിഴിഞ്ഞ് ഞാൻ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. നല്ല കുതിർന്നിരുന്നു പുളി. അപ്പോൾ വേഗം പിഴിഞ്ഞ് ഉള്ളിയൊന്ന് വയറ്റി കിട്ടുമ്പോഴത്തേനും ഞാൻ ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെച്ചു. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി. ഒരു മനക്കണക്കിലെടുക്കണതാണ്, ഒന്നിനും ഒരു അളവില്ല കേട്ടോ. ഒക്കെ കുറേശ്ശെ പാകത്തിനാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി നന്നായി നല്ല വഴങ്ങി വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. വെണ്ടയ്ക്കയും മത്തി
മുളകിട്ടത് കാരണം നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിയുടെ വെള്ളമുണ്ട്, അത് ഒഴിച്ചു കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്ത് അതും ഒന്ന് ആയതിന് ശേഷം നമുക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇടയിൽ ഞാൻ ഉപ്പിടാൻ മറന്നിരുന്നു. ഉള്ളി ഇടുമ്പോൾ തന്നെ നമുക്ക് ഉപ്പിടായിരുന്നു, അപ്പോൾ ഇതിനും പെട്ടെന്ന് കിട്ടിയിരുന്നു. ഞാനൊന്ന് മറന്നുപോയി. അപ്പോൾ ഉപ്പ് പിന്നെ അതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പിട്ട് കൊടുത്തപ്പോൾ തന്നെ എന്താ ഒരുപാട് കുറച്ച് നേരമൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോൾ അതാ അതുപോലെ ആയിട്ട് ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ ഏതാണ്ട് ഇത്രയൊക്കെ ആയാൽ മതി. ഇനി ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ ഒന്ന് തിളക്കാൻ വെച്ചിട്ട് വേണം എനിക്ക് മീൻ നേരാക്കി എടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റാകുമ്പോഴത്തേന് നമ്മുടെ മത്തി ഐസൊക്കെ പോയിട്ട് നല്ല കുതിർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് വേഗം കഴുകി വരാം. പക്ഷേ അപ്പോഴേക്കും ഇവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. മീനിന് വേണ്ടിയിട്ടുള്ള തർക്കാണ് തോന്നുന്നുണ്ട്, നല്ല അടിയിലാണ്. അങ്ങനെ ഞാനിതാ മീൻ നേരാക്കി വന്ന് അതിന് ശേഷം ഇതാ വെണ്ടക്ക നല്ല കഴുകിയിട്ട് അരിഞ്ഞ് വെക്കുകയാണ്. വെണ്ടക്കൊക്കെ നല്ല കഴുകിയിട്ട് 2-3-4 വട്ടം കഴുകിയതിന് ശേഷം ഞാനതൊന്ന് ഒപ്പം കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ അതിനെ പീസാക്കി കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തിക്കറി നന്നായിട്ട് ആയിണ്ടായിരുന്നു കേട്ടോ. നല്ല മീനും വെണ്ടയ്ക്ക് ഇടാൻ പാകത്തിന് ആയിണ്ടായിരുന്നു. എൻ്റെ ക്യാമറ പോയി. ഒപ്പം മീനും വെണ്ടയ്ക്കും ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ എന്ത് ഉടയണ ആ പ്രശ്നങ്ങളും ഇല്ല, രണ്ടിനും ഒരു വേവാണ്. അപ്പോൾ മീനും വെണ്ടയ്ക്കും നല്ല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് അതൊന്ന് വേഗം വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിധം ആയി തുടങ്ങിയിട്ടുണ്ട്. പകുതി വേവെത്തി. ഇനിയിപ്പോൾ അതൊന്നും കൂടി തിളച്ച് നന്നായിട്ട് അതൊന്ന് സെറ്റായി വരണം. അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടോ. വെണ്ടയ്ക്കും മത്തിയും കൂടി ഇതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നല്ല സൂപ്പറായിരിക്കും. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര പതിവിലും കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ ക്യാമറ മാറുമ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ നന്നായിട്ടൊന്ന് ഇടയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളിയൊക്കെ കണ്ടില്ല, ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, ഒക്കെ അതേപോലെ നിൽക്കുന്നുണ്ട്. ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനൊക്കെ വെളുത്തുള്ളി നല്ലതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ ഒക്കെ സെറ്റായി പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് 2 മിനിറ്റും കൂടി തിളപ്പിച്ചിട്ടൊന്ന് ഇറക്കി വെക്കാം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇത് ഇറക്കി വെച്ചതിന് ശേഷം അവിടെ കുറച്ച് ഇതുണ്ട് അടുപ്പ് വെച്ചതിൻ്റെ സൈഡിൽ. അപ്പോൾ ഇനി അതൊന്ന് ഇറക്കി വെച്ച് പുറത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇതാ കണ്ടോ, കളറും ഒന്ന് മാറ്റി ഗ്യാസ്മെന്നൊന്ന് മാറ്റി വെച്ചപ്പോൾ ഇതാ ഇതേപോലെ ഇത് കാണുന്ന പോലെ തന്നെ അത്രയും ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്കും മത്തി മുളകിട്ടതാണ്. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇങ്ങനെ കറികളൊക്കെ കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ മേലെ കറിവേപ്പില കഴിഞ്ഞിരുന്നു. എൻ്റെ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് കൊണ്ടുവരുന്ന താത്താടെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. കറി ഇറക്കി വെച്ച് അടച്ച് വെച്ചതിന് ശേഷം അങ്ങനെ 2 കറിവേപ്പില എടുക്കാൻ വേണ്ടി പോയതാണ്. ഇനി അത് കൊടുന്നിട്ട് അതിൻ്റെ പുറത്തുനിന്ന് വെറുതെ ബദറി കൊടുക്കാൻ ഞാൻ കടുക് ഉലുവ പൊട്ടിക്കുമ്പോഴും വേപ്പില ഇട്ടിരുന്നില്ല.
ഇത് പിന്നെ അവരുടെ എന്തോ സോളാർ എന്തോ പശുവിന് കൊടുക്കണം എന്തോ ഉണ്ടാക്കണം എന്താണ് അങ്ങനെ കെട്ടിയിട്ട് ടാങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ന് റോഡ് ഭയങ്കര ബ്ലോക്കാട്ടോ. കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും സാധിച്ചു തന്നില്ലെങ്കിലും റോഡൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയാക്കണ പരിപാടിയാണ്. എന്തൊക്കെ കുറേ നേരാക്കും, കുറേ വെട്ടിപ്പൊളിക്കും, കുറേ ഇറ്റാച്ചി വന്ന് മാന്തിയിട്ട് ഇതാ അതുപോലെ എന്തോ സൈഡ് റെഡിയാക്കാനാന്ന് പറഞ്ഞിട്ട് റോഡിലൊക്കെ നിറച്ച ആൾക്കാരാണ്. ഇറ്റാച്ചി കൊണ്ടും ലോറി മണ്ണ് മാന്തിയിട്ട് കൊണ്ടുപോകണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. വേപ്പിലക്ക് പോയപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഇതാ 2 കറിവേപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൂടി വെച്ച് പോയത് നോക്കുമ്പോഴത്തേനും ഇതാ ഇതുപോലെ സെറ്റായി കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. മാങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹിബമോൾക്ക് എന്നൊരു സർപ്രൈസ് ഉണ്ട്. ഹിബമോളൊരു വാട്ടർ ബോട്ടിൽ കുറേ ദിവസമായി മേടിക്കണം എന്ന് പറയണം. പക്ഷെ ഞാനത് ഇന്ന് മേടിക്കണത് അവൾക്കൊരു ഓർമ്മ തന്നെ ഇത് മേടിക്കണം എന്ന് പറഞ്ഞത്. ഇന്ന് മേടിക്കുന്നു തീരെ അവൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഹിബമോൾക്കൊരു ന്യൂ ഇയർ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതും കൂടിയിട്ട് 2 ആൾക്കും ഓരോന്ന് മേടിച്ചതാണ്. അതങ്ങനെ ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം നല്ല വിശപ്പുണ്ട്, കുറച്ച് ചോറ് കഴിക്കണം. ഇതൊക്കെ ആയപ്പോഴത്തേന് സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് എൻ്റെ വിശപ്പ് ഒരുവിധം വയറ് പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. അതിൻ്റെ ഇടയിൽ രൂപങ്ങളുടെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല വിശപ്പ് സഹിക്കാൻ പറ്റാത്ത വിധമായി. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് ചോറ് കഴിച്ച് ഒന്ന് ചോറെടുത്ത് നോക്കിയപ്പോൾ ആ കറി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ കഴിച്ചത് പോയ വഴി അറിഞ്ഞില്ല എന്ന് പറയില്ല. ടേസ്റ്റും ഉണ്ടായിരുന്നു, വിശപ്പിൻ്റെ ഇതിൽ എല്ലാം കഴിച്ച്. അത് ഭക്ഷണം കഴിച്ച് ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തപ്പോഴത്തേനും ഇതാ ഹിബമോള് വന്ന സർപ്രൈസ് വാട്ടർ ബോട്ടിലിൻ്റെ അത് കവറൊക്കെ തുറന്ന് നോക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ വാട്ടർ ബോട്ടിൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. അസ്സലാമു അലൈക്കും. ബൈ.